പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ 7-ാമത്തെ അധ്യായം സരസ്വതി വിലാസം UP സ്കൂൾ. നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം, അധ്യായം 7, സരസ്വതി വിലാസം UP സ്കൂൾ. വഴുക്കലുള്ള വാരിയത്തെ കുന്നുകയറി ചെറുമക്കളുടെ കോളനിയും കഴിഞ്ഞാൽ പരന്നു കിടക്കുന്ന സ്കൂൾ പറമ്പായി. ചരൽപ്പറമ്പാണ്. വീണാലോ മുട്ടിലെ തൊലി പോവും. പറമ്പിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് UP സ്കൂൾ, കിഴക്ക് ഹൈസ്കൂളും. അപ്പു 4-ാം ക്ലാസ്സിലാണ്, ഏട്ടൻ 7-ലും. 7-ൽ നിന്ന് ജയിച്ചാൽ ഹൈസ്കൂളിലേക്ക്. ശങ്കരൻ മാഷിൻ്റെ ക്ലാസ്സിലാണ് അപ്പു. മുറിക്കയ്യൻ വെള്ളക്കുപ്പായം, കേറ്റിയുടുത്ത മുണ്ട്, കുറ്റി തലമുടി. മാഷിന് എത്ര വയസ്സായിട്ടുണ്ടാവും? 55 അതോ 60? 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും ഓലമേഞ്ഞ ഈ കെട്ടിടത്തിലാണ്. 1-ാം ക്ലാസ്സിൽ സുശീല ടീച്ചറാണ്. നല്ല ഭംഗിയുണ്ട് ടീച്ചറെ കാണാൻ. ടീച്ചർ അടിക്കുകയേയില്ല. ടീച്ചറുടെ മേശയ്ക്കകത്ത് ചൂരൽ എന്നൊരു സാധനമേ ഇല്ല. ഇടയ്ക്കൊക്കെ പുളിവാറലുകൊണ്ട് വീക്ക് വെച്ച് തരുന്ന അമ്മയുടെ സ്ഥാനത്ത് അപ്പു സുശീല ടീച്ചറെ സങ്കല്പിച്ചു നോക്കും. എന്ത് രസമായിരിക്കും! സുശീല ടീച്ചറെ പോലെയല്ല 2-ാം ക്ലാസ്സിലെ ജാനകി ടീച്ചർ. എന്താ ഒരു ഗൗരവം! സ്വതേ കറുത്ത നിറമുള്ള ടീച്ചറുടെ മുഖം ദേഷ്യം വന്നാൽ ഒന്നുകൂടി കറുക്കും. ടീച്ചറുടെ പിച്ചലാണ് സഹിക്കാൻ വയ്യാത്തത്. ടീച്ചർ നഖം വെട്ടുന്നില്ലെന്ന് തോന്നും പിച്ചലിൻ്റെ സ്വാദ് ആലോചിച്ചാൽ. 3-ാം ക്ലാസ്സിലാണ് വാരൊരു മാഷ്. മാഷിന് ഒരുപാട് വയസ്സ് തോന്നിക്കും. മെലിഞ്ഞുണങ്ങിയ ദേഹം, ചുളുങ്ങിയ കുപ്പായം, മുഷിഞ്ഞ മുണ്ട്, മുക്കാലും നരച്ച ചപ്രത്തല, സോഡാക്കുപ്പി കണ്ണട. വാരൊരു മാഷിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പരമഭാഗ്യവാന്മാരാണ്. വീട്ടുകണക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടില്ലെങ്കിലോ കേട്ടെഴുത്ത് തെറ്റിച്ചാലോ പേടിയേ വേണ്ട. മേശയ്ക്കകത്ത് ചൂരലൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ മാഷിന് ഭയങ്കര മടിയാണ്. തരം കിട്ടിയാൽ മേശപ്പുറത്തേക്ക് 2 കാലും കയറ്റിവെച്ച് ഉറങ്ങാൻ തുടങ്ങും. പിന്നെ കുട്ടികൾ എത്ര ബഹളം വെച്ചാലും മാഷ് കണ്ണു തുറക്കില്ല. 4-ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ കുട്ടികളുടെ കഷ്ടകാലം തുടങ്ങുകയായി. ശങ്കരൻ മാഷിൻ്റെ കയ്യിൽ എപ്പോഴും കാണും ചൂരൽ. ദൂരത്ത് മാഷിൻ്റെ തല കണ്ടാൽ മതി, കുട്ടികൾ സ്ലേറ്റും പുസ്തകവും താഴെ വെച്ച് ബെഞ്ചുകളിൽ ശബ്ദമുണ്ടാക്കാതെ ഇരിപ്പാവും. വീട്ടുകണക്ക് ചെയ്യാതെ വന്നാൽ അടി ഉറപ്പാണ്. ക്ലാസ്സിൽ മാഷ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാഞ്ഞാൽ, തമ്മിൽ വർത്തമാനം പറഞ്ഞാൽ എല്ലാറ്റിനും പ്രത്യേകം അടിയുണ്ട്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് പരിസരം മറന്ന് സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ മാഷ് ചൂണ്ടുവിരൽ കൊണ്ട് മാടി വിളിക്കാൻ തുടങ്ങും. മറ്റു കുട്ടികളൊക്കെ രസം പിടിച്ച് നോക്കിയിരിക്കും. വർത്തമാനം പറയുന്ന കുട്ടി തല തിരിച്ച് മാഷിനെ കാണുന്നതുവരെ വിരൽ കൊണ്ട് മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ചെക്കൻ എണീറ്റ് ചെല്ലുന്നു. മാഷ് വടിയെടുക്കുന്നു. അവൻ്റെ കാലിൻ്റെ വണ്ണയ്ക്ക് 2 എണ്ണം വെച്ചു കൊടുക്കുന്നു. ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞതിന് അപ്പുവിനും ഇടയ്ക്കൊക്കെ അടി കിട്ടാറുണ്ട്. കുട്ടികൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ശങ്കരൻ മാഷിന് ഒരു പനി പോലും പിടിക്കുന്നില്ല. ഒറ്റ ദിവസം പോലും മാഷ് ക്ലാസ്സിൽ വരാതിരിക്കില്ല. സന്ധ്യയ്ക്ക് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പവും ദൈവത്തോട് സങ്കടം പറയാറുണ്ട്. ദൈവമേ, ശങ്കരൻ മാഷ് നാളെ ക്ലാസ്സിൽ വരാതിരിക്കണേ. ചാത്തങ്കാളി അമ്മയെ വിളിച്ചു മാത്രം പ്രാർത്ഥിക്കില്ല. അത് അപകടമാണ്. അമ്മയുടെ മക്കൾ മനസ്സുരുകി വിളിച്ചാൽ ഭഗവതിക്ക് സഹിക്കില്ല. വെളിച്ചപ്പാടിനെ കുളത്തിൽ മുക്കിക്കൊന്ന അമ്മയാണ്. കണ്ണിൽ ചോരയില്ലാത്ത ആളാണെങ്കിലും ശങ്കരൻ മാഷിന് കുട്ടികളോട് സ്നേഹമാണ്. കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണല്ലോ മാഷ് ശിക്ഷിക്കുന്നത്. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ ഓടിട്ട കെട്ടിടത്തിലാണ്. മാധവമേനോൻ മാഷാണ് ഏട്ടൻ്റെ ക്ലാസ് മാഷ്. കറുത്ത് തടിച്ച് നല്ല ഉയരത്തിൽ, അലക്കി ഇസ്തിരിയിട്ട കുപ്പായം, വെളുത്ത ഖദറുമുണ്ട്, തോളത്ത് വൃത്തിയായി മടക്കിയിട്ട വേഷ്ടി. കണ്ടാൽ പേടി തോന്നുമെങ്കിലും മാഷ് കുട്ടികളെ അടിക്കാറില്ലെന്നാണ് ഏട്ടൻ പറയുന്നത്. പേരുകേട്ട അക്ഷരശ്ലോകക്കാരനാണത്രേ മാഷ്. കരകര ശബ്ദത്തിൽ മാഷ് ക്ലാസ്സിലിരുന്ന് നീട്ടി വലിച്ച ശ്ലോകം ചൊല്ലുന്നത് ഇടയ്ക്കൊക്കെ കേൾക്കാം. മാധവമേനോൻ മാഷ് ശ്ലോകം ചൊല്ലുന്നത് കേട്ടിട്ടാവണം ഏട്ടനും ഇപ്പോൾ ശ്ലോകം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 6-ാം ക്ലാസ്സിൽ ദേവകി ടീച്ചറാണ്. 5-ാം ക്ലാസ്സിൽ ശ്രീധരമേനോൻ മാഷ്. പേടിയുണ്ടെങ്കിലും മാഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. മാഷിൻ്റെ തമാശ കഥകൾ കേൾക്കാൻ നല്ല രസമാണത്രേ. 5-ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ മാഷുമാരും ഓരോ വിഷയം പഠിപ്പിക്കാൻ വരുമെന്നാണ് ഏട്ടൻ പറയുന്നത്. കൂട്ടത്തിൽ ദേവകി ടീച്ചറെയാണത്രേ കുട്ടികൾക്ക് പേടി. ടീച്ചർ കണക്കാണ് പഠിപ്പിക്കുന്നത്. നല്ല വണ്ണമുള്ള ചൂരലുണ്ടത്രേ ദേവകി ടീച്ചറുടെ കയ്യിൽ. അതുകൊണ്ടൊരടി കിട്ടിയാൽ ഏട്ടൻ വിസ്തരിക്കുന്നത് കേൾക്കാം. മാസത്തിൽ 3 ദിവസം ടീച്ചർ കുട്ടികളെ തൊടുകയോ അടിക്കുകയോ ചെയ്യില്ലത്രേ. എന്താണ് കാരണമെന്ന് ഏട്ടൻ അറിയില്ല. ആ ദിവസം വരാൻ കുട്ടികൾ കാത്തിരിക്കുമത്രേ.
ഒരിക്കൽ ഏട്ടൻ ഒരു പണിയൊപ്പിച്ചു. ദേവകി ടീച്ചറിൻ്റെ മേശവലിപ്പിൽ നിന്ന് വണ്ണമുള്ള ആ ചൂരൽ തപ്പിയെടുത്ത് ചൂരലിൻ്റെ നടുക്ക് വെച്ച് വട്ടത്തിൽ ആഴത്തിൽ ബ്ലേഡ് കൊണ്ട് വരച്ചു വെച്ചു. ടീച്ചർ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. കണക്ക് തെറ്റിച്ച ഒരു കുട്ടിയോട് കൈ നീട്ടാൻ പറഞ്ഞു. നീട്ടിപ്പിടിച്ച ഉള്ളം കൈയിൽ ഓങ്ങി ഒരടി അടിച്ചു. ചൂരൽ ഒടിഞ്ഞുപോയി. ടീച്ചർക്ക് കള്ളത്തരം മനസ്സിലായത്രേ. ചോദ്യം ചെയ്യലായി. അവസാനം ഏട്ടന് കുറ്റം ഏറ്റുപറയേണ്ടി വന്നു. ഏട്ടനെ ഹെഡ്മാഷിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. 2 കൈയിലുമായി ഹെഡ്മാഷിൻ്റെ വക 10 അടി കിട്ടി. പിറ്റേന്ന് ചൂരലിൻ്റെ വിലയായി 1 ഉറുപ്പിക സ്കൂളിൽ കൊടുക്കേണ്ടി വന്നു. ആ വകയിൽ അമ്മയിൽ നിന്ന് ഏട്ടന് കിട്ടിയത് പുളിവാറലുകൊണ്ട് 4. പാവം, ഏട്ടൻ്റെ ഉള്ളംകൈ ചുവന്നു വീർത്തിരിക്കുന്നു. അപ്പുവിന് ശരിക്കും സങ്കടം വന്നു. എന്തു കാരണത്തിനായാലും ഹെഡ്മാഷിൻ്റെ മുമ്പിൽ ചെല്ലാനിട വരുത്തരുതേ എന്നാണ് അപ്പുവിൻ്റെ പ്രാർത്ഥന. 2 ചെവിയിൽ നിന്നും കറുത്ത രോമങ്ങൾ നീണ്ടു നിൽക്കുന്ന കട്ടിച്ചില്ലുള്ള കണ്ണടയുള്ള ഹെഡ് മാസ്റ്റർ ഗോപാലമേനോൻ മാഷ് എല്ലാ കുട്ടികളുടെയും പേടി സ്വപ്നമാണ്. തല്ലുണ്ടാക്കാൻ മിടുക്കനാണ് ഏട്ടൻ. ചിലപ്പോൾ ഏട്ടനും കണക്കിന് കിട്ടും. അതൊന്നും ഏട്ടന് പ്രശ്നമല്ല. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. കീഴ്ക്കൊമ്പൻ എന്ന് മാറാപ്പേര് വീണ സേതുമാധവൻ, മാന്തള് പോലെ മെലിഞ്ഞുണങ്ങി ഒട്ടിപ്പോയ മാന്തള് കുഞ്ഞിരാമൻ, ഏട്ടൻ മദ്ദളക്കാരനായതുകൊണ്ട് മദ്ദളം എന്ന പേര് വീണ ശങ്കരൻകുട്ടി, ശ്ലോകം ചൊല്ലുന്ന ഗോവിന്ദൻകുട്ടി, ഇവരൊക്കെയാണ് ഏട്ടൻ്റെ കൂട്ടുകാർ. ഏട്ടനെപ്പോലെ അടിയുണ്ടാക്കാൻ അപ്പുവിന് പേടിയാണ്. ഏട്ടൻ്റെ തടിമിടുക്കും ഉശിരും അപ്പുവിനില്ല, അശുവാണ്. അതുകൊണ്ട് ഏതെങ്കിലും പോക്കിരിച്ചക്കം വന്ന് ചെകിടൊഴിഞ്ഞാലും മൂക്കിൻ്റെ തുമ്പത്ത് പിടിച്ചാലും അപ്പു ഒഴിഞ്ഞു മാറും. ചെകിടൊഴിയുന്നതും മൂക്കിൻ്റെ തുമ്പത്ത് പിടിക്കുന്നതുമൊക്കെ അടികൂടാനുള്ള ക്ഷണമാണ്. അടിക്കാൻ നിന്നാൽ ജയിക്കണം. അതുകൊണ്ടാണ് കുള്ളനും ദുർബലനുമായ രാമനോട് ഇടയ്ക്കൊക്കെ അപ്പു കൊമ്പ് ഓർക്കുന്നത്. രാമൻ നമ്പൂരിക്കുട്ടിയാണ്. രാമനോട് അടികൂടിയാൽ ജയിക്കുന്നത് എപ്പോഴും അപ്പു ആയിരിക്കും. ഏട്ടൻ്റെ വേറൊരു കൂട്ടുകാരൻ ചന്ദ്രനാണ്. കടലവാരി എന്നാണ് ചന്ദ്രൻ്റെ ഓമനപ്പേര്. ചന്ദ്രൻ എന്ന പേര് തന്നെ ഞങ്ങൾ കുട്ടികൾ മറന്നുപോയിരിക്കുന്നു. ഒരു ദിവസം ഉച്ചബെല്ലടിച്ച നേരം പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് വറുത്ത കടല വിൽക്കുന്ന ഒരാൾ ഇരിപ്പുണ്ട്. ട്രൗസറിൻ്റെ പോക്കറ്റിൽ ചില്ലറ പൈസയുള്ള ഭാഗ്യവാന്മാർ കടല വാങ്ങിയിട്ട് കുറിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കടല വാങ്ങുന്നതും ഓരോ മണിയായിട്ട് കുറിക്കുന്നതും സങ്കല്പിച്ചുകൊണ്ട്. അപ്പോഴതാ ചന്ദ്രൻ കടലക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കടല വാരിയെടുത്തുകൊണ്ട് ഓടുന്നു. കടലക്കാരൻ പിന്നാലെ. അവസാനം കടലക്കാരൻ ചന്ദ്രനെ ഓടിച്ചിട്ടു പിടിച്ചു. ചന്ദ്രൻ മണ്ണിൽ കിടന്നുരുണ്ടു. ആ സമയം കൊണ്ട് കടല ചന്ദ്രൻ്റെ വായിലായി കഴിഞ്ഞിരുന്നു. ചന്ദ്രൻ്റെ മോന്ത നോക്കി 2 എണ്ണം പൊട്ടിച്ച് കടലക്കാരൻ തിരിച്ചു പോന്നു. അല്ലാതെ എന്തു ചെയ്യാൻ? അതോടെ ചന്ദ്രൻ്റെ പേര് കടലവാരി എന്നായി. കുള്ളൻ രാമനും അപ്പുവും ഒരേ ബെഞ്ചിൽ തൊട്ടാണ് ഇരിക്കുന്നത്. പാടത്തിനക്കരെ വേട്ടേക്കരൻ കാവിൻ്റെ അടുത്താണ് രാമൻ്റെ ഇല്ലം. വേട്ടേക്കരൻ കാവിൽ ശാന്തിയുണ്ട് രാമൻ്റെ അച്ഛന്. പുലർച്ചെ അച്ഛനെ സഹായിക്കാൻ രാമനും കാവിലേക്ക് പോകണം. മഴയായാലും മഞ്ഞായാലും അതിരാവിലെ എണീക്കണം. അച്ഛനോടൊപ്പം അമ്പലക്കുളത്തിൽ ഇറങ്ങി മുങ്ങണം. 9 മണി കഴിയുമത്രേ നടയടയ്ക്കാൻ. ഇല്ലത്ത് വന്ന് എന്തെങ്കിലും വാരിത്തിന്ന് സ്ലേറ്റും പുസ്തകവും പെറുക്കിയെടുത്ത ഒരു ഓട്ടമാണ്. സ്കൂളിലെത്തിയിട്ട് രാമൻ നിൽക്കൂ. ഉച്ചയ്ക്ക് രാമന് ഭക്ഷണമില്ല. ഇല്ലത്ത് പോയി വരാനാണെങ്കിൽ നേരവുമില്ല. പുറത്തു നിന്ന് ഒന്നും വാങ്ങി തിന്നാനും പാടില്ല. വേണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഒരു ഓട്ടമുക്കാല് പോലും രാമൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ ഉണ്ടാവില്ല. 4 മണി സ്കൂൾ വിട്ടാൽ ഇല്ലത്തേക്കൊരോട്ടമാണ്. പുസ്തകക്കെട്ട് ഇല്ലത്തിൻ്റെ ഉമ്മറത്തിണ്ണയിൽ വെച്ച് തോർത്തുമുണ്ട് അയക്കോലിൽ നിന്ന് വലിച്ചെടുത്ത് രാമൻ അമ്പലക്കുളത്തിലേക്ക് ഓടുന്നത് അപ്പു സങ്കല്പിക്കാറുണ്ട്. മുങ്ങി വരാതെ ഇല്ലത്തു നിന്ന് പച്ചവെള്ളം കിട്ടില്ല. അത്താഴപൂജയ്ക്ക് അച്ഛൻ്റെ കൂടെ വീണ്ടും കാവിലേക്ക് ചെല്ലണം. അപ്പോഴും കുളി നിർബന്ധമാണത്രേ. 3-4 നേരവും കുളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും രാമൻ്റെ കഴുത്തും ചെവിത്തട്ടയും ചെളി ഒട്ടിയിട്ടാവണം കറുത്തിരിക്കുന്നു. കുറ്റിത്തലമുടിയിൽ നിന്ന് ചെന്നിയിലൂടെ എണ്ണ ഒലിച്ചിറങ്ങുന്നത് കാണാം. സോപ്പ് തേക്കുന്ന ശീലമേ ഇല്ലത്രേ രാമന്. എന്തൊക്കെയായാലും അപ്പുവിന് രാമനെ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ 2 ആളും തമ്മിൽ ഉന്തും തള്ളും അടിപിടിയും നടക്കാറുണ്ടെങ്കിലും ഈ രാമനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊല്ലണമെന്ന് അപ്പുവിനൊരിക്കൽ തോന്നുകയുണ്ടായി. അപ്പുവിനൊരു സ്ലേറ്റുണ്ട്. അച്ഛൻ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ഉറപ്പുള്ള സ്ലേറ്റ്. നിലത്ത് വീണാൽ പൊട്ടില്ല. സ്ലേറ്റിൻ്റെ ഉറപ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം സ്ലേറ്റിൻ്റെ പുറത്ത് കയറി നിൽക്കും അപ്പു. കുട്ടികൾക്കത് ഒരത്ഭുതമായിരുന്നു.
സ്ലേറ്റ് പൊട്ടിക്കുന്നതിൻ്റെ പേരിലാണല്ലോ കുട്ടികൾക്ക് സ്ഥിരമായി വീട്ടിൽ നിന്ന് അടി കിട്ടുന്നത്. കഷ്ടകാലത്തിന് ഒരു ദിവസം ഉച്ചനേരത്ത് അപ്പു തൻ്റെ സ്ലേറ്റിൻ്റെ കേമത്തം കാണിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തു കയറി നിന്നു. സ്ലേറ്റ് 15 കഷ്ണമായി നുറുങ്ങിപ്പോയി. ഇതെന്തൊരത്ഭുതം എന്ന് നോക്കുമ്പോഴല്ലേ സ്ലേറ്റ് മാറിപ്പോയിരിക്കുന്നു. രാമൻ്റെ സ്ലേറ്റിൻ്റെ പുറത്താണ് കയറി നിന്നത്. സ്ലേറ്റിൻ്റെ ചട്ട മാത്രം ബാക്കി. രാമൻ കരച്ചിലോട് കരച്ചിൽ. ബെല്ലടിച്ചു. ശങ്കരൻ മാഷ് ക്ലാസ്സിലേക്ക് കയറിയിട്ടും രാമൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. നമ്പൂരിച്ചൻ എന്തിനാ കരയണേ? കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാമൻ. ഈ അപ്പുവിൻ്റെ സ്ലേറ്റ് പൊട്ടിച്ചു. അപ്പു ഇവിടെ വാ. അപ്പു വിറയലോടെ മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ട്രൗസർ നനയുന്നു. മൂത്രത്തുള്ളികൾ ക്ലാസ്സിൽ ഒറ്റ വീഴുന്നു. പോയി മൂത്രമൊഴിച്ചു വാടാ ചെകുത്താനെ. അപ്പു ഓടി. അപ്പോഴാണ് അപ്പുവിന് തോന്നിയത്, ആ നമ്പൂരിച്ചക്കനെ കല്ലുകൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്നാലോ. മൂത്രമൊഴിച്ചു കഴിഞ്ഞ അപ്പു മാഷിൻ്റെ മുമ്പിലേക്ക്. എന്തിനാടാ രാമൻ്റെ സ്ലേറ്റ് പൊട്ടിച്ചത്? എൻ്റെ സ്ലേറ്റാണെന്ന് വിചാരിച്ച് കയറി നിന്നതാ. സ്ലേറ്റിൻ്റെ പുറത്ത് എന്തിനാടാ കയറി നിൽക്കണേ? സ്ലേറ്റ് എഴുതി പഠിപ്പിക്കാനുള്ളതല്ലേ കഴുതേ. കൈ നീട്ട്. 2 കൈയിലും 2 അടി വീതം കിട്ടി. വേറെയും ശിക്ഷയുണ്ട്. നാളെ വരുമ്പോൾ വീട്ടിൽ നിന്ന് 2 എണ്ണം വാങ്ങിക്കൊണ്ടുവന്ന് നീ രാമന് കൊടുക്കണം. മനസ്സിലായോ? എല്ലാം അനുഭവിക്കാതെ നിവർത്തിയില്ലല്ലോ. രാമൻ്റെ സ്ലേറ്റിൻ്റെ പുറത്ത് കയറി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? വീട്ടിലെത്തി കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പു അമ്മയോട് ലോഹ്യം കൂടി. അമ്മേ, ശങ്കരൻ മാഷ് നാളെ വരുമ്പോൾ 2 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാടാ 2 എണ്ണം? രാമൻ്റെ സ്ലേറ്റ് പൊട്ടി. ആ കുട്ടിയുടെ സ്ലേറ്റ് പൊട്ടിക്കോട്ടെ. നീ എന്തിനാ കാശ് കൊടുക്കണേ? ഞാനാ പൊട്ടിച്ചത്. അമ്മ ഇറയത്ത് നിന്ന് പുളിവാറിലെടുത്തു. എല്ലാം തികയട്ടെ. അപ്പു അടി മേടിക്കാൻ തയ്യാറായി തന്നെ നിന്നു. ചന്തിക്ക് 4 പെട 2 എണ്ണയും തന്നു. ആ നിമിഷം അപ്പു ഉറപ്പിച്ചു, ഇനി സ്ലേറ്റിൻ്റെ പുറത്ത് കയറി നിൽക്കുന്ന കളിയില്ല. പോക്കിരി മുഹമ്മദും അടിവീരൻ രാജനും അപ്പുവിൻ്റെ ക്ലാസ്സിലാണവർ. അപ്പുവിനേക്കാൾ 3-4 വയസ്സ് കൂടും. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 2 കൊല്ലം വീതം പഠിച്ചാണ് 2 പേരും 4ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. 4ാം ക്ലാസ്സിലും ഇത് 2ാമത്തെ കൊല്ലമാണ്. ഇടയ്ക്കൊക്കെ മുഹമ്മദും രാജനും തമ്മിൽ അടി നടക്കാറുണ്ട്. എന്നാലും 2 ആളും വലിയ ചങ്ങാതിമാരാണ്. മനക്കലെ പറമ്പിലെ പടുകൂറ്റൻ മാവുകളിൽ നിന്ന് മാങ്ങ എറിഞ്ഞു വീഴ്ത്തുക, പച്ചക്കറി കണ്ടങ്ങളിൽ നൂണുകേറി വെള്ളരിപ്പൂവൽ അറുത്തുകൊണ്ടുവരിക, എന്നിട്ട് അതൊക്കെ കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുക. അങ്ങനെ പല നല്ല കാര്യങ്ങളും 2 ആളും ചെയ്യാറുണ്ട്. അപ്പുവിന് ഏറെ ഇഷ്ടമുള്ള കൂട്ടുകാരനാണ് അബ്ദുള്ള. മലയരികിലാണ് അബ്ദുള്ളയുടെ വീട്. ഉമ്മയും അബ്ദുള്ളയും ഒറ്റയ്ക്കാണത്രേ അവൻ്റെ വീട്ടിൽ. അബ്ദുള്ളയുടെ വാപ്പ പട്ടാളത്തിലാണത്രേ. വാപ്പയെപ്പറ്റി പറയാനേ അവന് നേരമുള്ളൂ. കൊല്ലത്തിലൊരിക്കൽ അബ്ദുള്ളയുടെ വാപ്പ 2 മാസത്തെ ലീവിൽ വരും. അബ്ദുള്ളയുടെ സ്കൂൾ അടപ്പ് കണക്കാക്കിയിട്ടാണ് വാപ്പ വരുന്നത്. വാപ്പ വരുമ്പോൾ അവന് 1 കൊല്ലത്തേക്ക് വേണ്ട ഉടുപ്പും നോട്ട് പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും എല്ലാം കൊണ്ടുവരും. വാപ്പയുടെ വലിയ ഇരുമ്പ് പെട്ടിയിൽ മധുരമുള്ള ജാമിൻ്റെ ടിന്നുകൾ ഉണ്ടാവുമത്രേ. റൊട്ടിയിൽ പുരട്ടി തിന്നാൻ നല്ല രസമാണെന്നാണ് അബ്ദുള്ള പറയുന്നത്. അപ്പു ഇതുവരെ ജാം തിന്നിട്ടില്ല. ഇനി വാപ്പ വരുമ്പോൾ കുറച്ച് ജാം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് അബ്ദുള്ള ഏറ്റിട്ടുണ്ട്. സാധനം ഹലുവേൻ്റെ ചേലാണെന്നാണ് അബ്ദുള്ള പറയുന്നത്. അബ്ദുള്ള സ്വകാര്യമായിട്ട് ഒരു കാര്യം കൂടി അപ്പുവിനോട് പറഞ്ഞു. അവൻ്റെ വാപ്പയുടെ ഇരുമ്പ് പെട്ടിക്കകത്ത് ചീത്ത മണമുള്ള കുപ്പികളുണ്ടത്രേ. ഉമ്മയില്ലാത്ത നേരത്ത് വാപ്പ കുപ്പിയിൽ നിന്ന് കുറേശ്ശെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. 3-4 പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചു കുടിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കണ്ണൊക്കെ ചുവന്ന നിറമാകുമത്രേ. പിന്നെ വാപ്പ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങും. അപ്പോഴാണത്രേ അബ്ദുള്ളയെ മടിയിൽ കയറ്റിയിരുത്തി വാപ്പ യുദ്ധത്തിന് പോയ കഥകളൊക്കെ പറയുന്നത്. വലുതായാൽ പട്ടാളക്കാരനാവണം അബ്ദുള്ളയുടെ വലിയ ആഗ്രഹമാണ്. മാപ്പിളക്കുട്ടികൾക്ക് പള്ളിയിൽ പോകാനാവാം വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഒഴിവുണ്ട്. വേനൽക്കാലമായാൽ ആ ഒഴിവ് സമയത്ത് മുഹമ്മദിൻ്റെയും രാജൻ്റെയും ഒപ്പം മനക്കലെ പറമ്പിൽ മാങ്ങ എറിയാൻ അപ്പവും പോകും. പലപ്പോഴും മാങ്ങ എറിയുന്ന രസത്തിൽ സമയം പോകുന്നതറിയില്ല. സ്കൂളിൽ മണിയടിച്ചിട്ടുണ്ടാവും. ശങ്കരൻ മാഷ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. വിയർത്തൊലിച്ച ക്ലാസ്സിലെത്തിയ ശങ്കരൻ മാഷിൻ്റെ വക ചൂരലുകൊണ്ട് അടി ഉറപ്പ്. ചെറിയ കുട്ടികളെ ചീത്തയാക്കുന്ന കുറ്റത്തിന് മുഹമ്മദിനും രാജനും അടി വേറെയുമുണ്ട്. ഓടാനും ചാടാനും ഒന്നും വയ്യെങ്കിലും ഗോട്ടികളിയിൽ അപ്പു മിടുക്കനാണ്. വലത്തെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് ഗോട്ടി വെച്ച് ഇടത്തെ കൈയിൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് തെറിപ്പിച്ച് വിട്ടാൽ ഗോട്ടി കൃത്യമായി ഗോട്ടിക്കുഴിയിൽ വീഴണം. അങ്ങനെ 3 കുഴികളിലും ഗോട്ടി വീഴിക്കുന്നവൻ കളി ജയിച്ചു. കളിയിൽ തോൽക്കുന്നവൻ ഗോട്ടിക്കുഴിയുടെ വക്കത്തെ വിരലുകൾ മടക്കി കൈപ്പടം വെച്ചു കൊടുക്കണം. ഇനി ഗോട്ടിയടിക്കുന്നത് അവൻ്റെ മടക്കി വെച്ച കൈപ്പടത്തിലേക്കാണ്. കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറും.
ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അപ്പുവും കൂട്ടുകാരും സ്കൂളിലെ പിന്നാമ്പുറത്തേക്ക് ഗോട്ടി കളിക്കാൻ ഓടുന്നു. വികൃതിക്ക് കുറവില്ലെങ്കിലും ശങ്കരൻ മാഷിന് അപ്പുവിനെ ഇഷ്ടമാണ്. അത് അപ്പു മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ക്ലാസ്സിലെപ്പോഴും അപ്പു ഒന്നാമനാണ്. പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ 7ാമത്തെ അധ്യായം സരസ്വതി വിലാസം UP സ്കൂൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.